ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് മാർച്ച് മാസം 2025 നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവവികാസങ്ങൾ ഉണ്ടാകാമെന്നുള്ളതാണ്. ഈ മാസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒത്തിരി പ്ലാനറ്ററി അസ്ട്രോളജി പ്രകാരം പറയുകയാണെങ്കിൽ ഒത്തിരി പ്ലാനറ്ററി പൊസിഷനിൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. പല പല ഒത്തിരി ഗ്രഹങ്ങളിൽ മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് ഒത്തിരി വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു മാസമാണ് ഈ ഒരു മാർച്ച് മാസം. പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൈൽ നമ്പർ 1, ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. പിക്ചറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ പിക്ചറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1, അതുപോലെ ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 2, ആൻഡ് ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നത് അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1, പൈൽ നമ്പർ 1 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1 നിങ്ങളുടെ മാർച്ച് 2025 പൈൽ നമ്പർ 1 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങൾ, ജാഗ്രത, നിർദ്ദേശങ്ങൾ, കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ Nine of Wands, King of Swords, Page of Swords, അതുപോലെ 8 of Swords, Ace of Swords, ലാസ്റ്റ് വന്നിട്ട് 5 of Cups എനർജിയാണ്. പൈൽ നമ്പർ 1 ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ 9 of Wands ആൻഡ് Ace of സോട്ട്സ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി കണക്ഷൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളിലും വാതിൽക്കൽ എത്തിയിട്ട് കലമുടയ്ക്കുന്ന ഒരു ശീലമാകരുത്. പല സിറ്റുവേഷൻസിൽ ഇപ്പോഴത്തെ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് നടക്കുന്ന സാഹചര്യമായതുകൊണ്ട് കുറച്ചധികം ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഇനിയൊന്നും സാധിക്കില്ല, അല്ലെങ്കിൽ പല ഭാഗത്തു നിന്നും നെഗറ്റീവ് സിറ്റുവേഷൻസ് ഒക്കെ വന്നേക്കാം. എന്നിരുന്നാലും പല കാര്യങ്ങളും വിട്ടുകളയാതിരിക്കുക എന്നുള്ളതാണ്. ഗീവ് അപ്പ് ചെയ്യാൻ പറ്റിയൊരു സമയമല്ല, പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയം. പക്ഷേ പലതും പഴയ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് പുതിയതിലേക്ക് പോകുന്ന സിറ്റുവേഷൻ അല്ല ഇവിടെ പറയുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയുകയും ചെയ്യും. ഒരു കംപ്ലീഷൻ ഫേസാണ്. ആ കാര്യം കംപ്ലീറ്റ് ചെയ്യുകയും അതിനുശേഷം പുതിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റുകയും ചെയ്യും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചെറിയ ചെറിയ തടസ്സങ്ങളും ചലഞ്ചസും ഒക്കെ ഒരു തോൽവിയായിട്ട് കരുതാതിരിക്കുക. അതൊരു തോൽവിയല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്, ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ളത്, വിദ്യാഭ്യാസപരമായിട്ടുള്ള ബന്ധങ്ങൾ, ഏത് കാര്യത്തിലും ആവും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. ചില സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓവർ ഡിഫെൻസീവ്, അതായത് ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞ് അത് കഠിനമാക്കി മാറ്റുന്നുണ്ട് നിങ്ങൾ. ശരിക്കും കാര്യങ്ങൾ ഒരു രീതിയിൽ പോകുന്നുണ്ട്, പക്ഷേ വേണ്ടുന്നതിനേക്കാൾ കൂടുതൽ അത് ദുർഘടമാക്കി മാറ്റുകയാണ് നിങ്ങൾക്ക് വേണ്ടി തന്നെ. അപ്പോൾ ഓവറായിട്ട് ഡിഫെൻസീവ് ആവേണ്ടെന്ന കാര്യമില്ല. പക്ഷേ നിങ്ങൾ സ്വയം വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ നമ്മളുടെ പല ഐഡിയാസ്, കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ മാറാം. പൂർണ്ണമായിട്ടും ഒന്നും വിട്ടുകളയാൻ പറ്റിയ സമയമല്ല. എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സഹായകരമായിരിക്കും. എന്തെങ്കിലും കുറച്ചുകൂടി പല കാര്യങ്ങളും റിലാക്സ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. അതേപോലെ പുഷിങ് ബിയോണ്ട് യുവർ ലിമിറ്റേഷൻസ്, നിങ്ങളുടെ ലിമിറ്റേഷൻസ് എന്താണെന്ന് കരുതുന്നു അതിനെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം, ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല സാഹചര്യങ്ങളിലും ഒത്തിരി ഐഡിയാസ് ഒത്തിരി വരുന്ന സമയമാണ്. അപ്പോൾ ഈ ഐഡിയാസൊക്കെ വെറുതെ ഐഡിയാസായിട്ട് വന്നു പോകുന്നു. നിങ്ങൾ അത് ചെയ്യാം ഇത് ചെയ്യാമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അതൊന്നും ചെയ്യില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വിടാതിരിക്കുക. ഒരു ക്ലാരിറ്റി വരുന്ന സമയമാണ് ഈ സമയം. അപ്പം പൊതുവിൽ പല ഐഡിയാസും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയോട് കൂടിയായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഐഡിയാസ് പലതും അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും
എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ എങ്കിലും നിങ്ങളത് പ്രാബല്യത്തിലേക്ക് ആ ഐഡിയാസ് അത് റിയാലിറ്റി ആക്കി മാറ്റാൻ ശ്രമിക്കുന്നതാണ്. പല ഐഡിയാസും നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളതായിരിക്കും, പക്ഷെ അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ഡിസിഷൻ്റെ സമയമാണ്. ഏതാണ് എന്നുള്ളത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്പെക്റ്റ് ചെയ്യുക, ഫ്യൂച്ചറിനെ കുറിച്ചിട്ടൊരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമല്ലോ. ആ ഒരു എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. അല്ലാതെ നിങ്ങൾ പുറകോട്ടേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ്. വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ചിന്താഗതിയുള്ള സമയമായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകും. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു യൂണിവേഴ്സ്, ആ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് എന്താണ് പറയുന്നത് അതിനനുസരിച്ചിട്ടും മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള നമ്മൾ പറയാം നമ്മുടെ ഈ ലോകത്തിലും മറ്റ് ലോകവുമായിട്ട്, അതായത് നിങ്ങളുടെ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളിപ്പോൾ എന്താണ് നമ്മളൊരു ഒരു ഫിസിക്കൽ വേൾഡിൽ ചിന്തിക്കുമ്പോൾ എന്താണ് നമ്മുടെ ലോജിക്കിനനുസരിച്ച് അത് ഡസൻ മേക്ക് സെൻസ് എന്നൊക്കെ തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. അതോടൊപ്പം ചില കാര്യങ്ങൾ നമ്മുടെ ഇൻഡ്യൂഷനാണ്, നമ്മുടെ അവബോധ മനസ്സ് എന്താണ് പറയുന്നത് ആണ് നമ്മൾ മുന്നോട്ടേക്ക് പോകാം. ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലേക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതേപോലെ കിങ് ഓഫ് സോട്ട്സ് ആൻഡ് 8 ഓഫ് സോട്ട്സ് എനർജിയാണ്. എത്ര വലിയ തടസ്സമാണെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള അവസരമുണ്ട്. അപ്പം അതിനർത്ഥം എന്ന് പറയുന്നത് തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് കണ്ടിട്ട് ഇനി ഇത് ശരിയാവില്ല എന്നുള്ള ചിന്തയിലേക്ക് പോകരുത് എന്നുള്ളൊരു വാർണിംഗ് നിങ്ങൾക്കുണ്ട്. കാരണം പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന പല തടസ്സങ്ങളും എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് പരിശ്രമിച്ചാൽ അതിനെ അതിജീവിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പലരെ സംബന്ധിച്ച് ഞാനിവിടെ പെട്ടുപോയി, ഇതൊരു ട്രാപ്പാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ട്രാപ്പിൽ പെട്ടുപോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഫീലിംഗ് സ്റ്റക്ക്, എങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്കുണ്ടായേക്കാം. പക്ഷേ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മാസം നിങ്ങൾ ചിലപ്പം ചില ആളുകൾക്ക് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്. അപ്പോൾ ജോലിയിലുള്ള ഏതെങ്കിലും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കും അനാവശ്യമായിട്ട് നിങ്ങളെ ഹരാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് ആയിരിക്കും ഭയങ്കരമായിട്ട് നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ ഒരു ജോലി തന്നെ വിട്ടാലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് വരാം. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പല കാര്യങ്ങളും നിങ്ങളറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിനുള്ള ഫലമാണ്. മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നെഗറ്റീവായിട്ട് നിങ്ങൾ അവർക്കെതിരായിട്ട് നിങ്ങൾ ദുഷിച്ചതൊന്നും ചിന്തിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്കുള്ള നല്ല ഫലം ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള തരത്തിലുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങളെ ഫ്രീ ചെയ്യാൻ പറ്റുന്നു. അതായത് വളരെയധികം ഷിഫ്റ്റ് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയും സ്വന്തമായിട്ടൊരു പോർട്ടൽ ഉണ്ടാക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ. നമ്മൾ ഒരിക്കലും സ്റ്റക്കല്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഐ എം ഫ്രീ ടു ചൂസ് മൈ ലൈറ്റ് എന്നൊരു അഫർമേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫ്രീ ടു ചൂസ് മൈ ലൈറ്റ് എന്ന് പറയുന്ന ഒരു അഫർമേഷൻ നിങ്ങൾക്ക് 3 times 21 days വരുന്ന ഈ മാസത്തിൽ പറയാം. അതേപോലെ തന്നെ നിങ്ങൾ ഒരു പോർട്ടൽ നിങ്ങളുടെ മുമ്പിൽ, ഒരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ ഉള്ളതായിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് കടക്കുന്നതായിട്ടും ഈ സ്റ്റക്ക് എനർജിയിൽ നിന്ന് പോകുന്നതായിട്ടൊക്കെ ഒരു ഹെൽപ്ലെസ് ഫീലിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്ന് നിങ്ങളൊരു രാജകീയമായിട്ട്, നമ്മൾ അസ്ട്രോളജി ബേസിസിൽ പറയുകയാണെങ്കിൽ രാജയോഗം എന്നൊക്കെ പറയുന്ന പൊസിഷനിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു റീഫ്രെയിം യുവർ എക്സ്പീരിയൻസ്. നമ്മളെപ്പോഴും ഓവർ വിജിലൻ്റ് ആയിട്ടിരിക്കുകയാണ്, നമ്മൾ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ ചിന്തയാവാം. പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ്. ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും ഈ പറയുന്നതൊന്നും ജീവിതത്തിൽ നടക്കുന്നില്ല എന്നുള്ളത്. ചില ആളുകൾ ഇപ്പോൾ തന്നെ എനിക്ക് കാണാൻ പറ്റുന്നത് ഓൾറെഡി തന്നെ പറയുന്നത് ഇതൊന്നുമല്ല എൻ്റെ ലൈഫിൽ, ഇപ്പോൾ മാസം തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണ്. അത് തന്നെയാണ് ഞാനും ഇവിടെ പറയുന്നത്. സ്ട്രെസ്സ്, ചാലഞ്ചസ്, കാര്യങ്ങൾ കാണുമ്പോൾ എൻ്റെ ലൈഫിൽ നല്ലത് വരില്ല എന്ന ചിന്തയിലേക്ക് പോകാതിരിക്കുക. ബിക്കോസ് നമ്മളൊരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വളരെ വലിയ ഉയർച്ചയിലേക്ക്, ഹൈ പൊസിഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒത്തിരി ചലഞ്ചസ് നേരിടേണ്ടി വരും. അതിനെ അതിജീവിച്ചാൽ മാത്രമാണ് മുന്നോട്ടേക്ക് വളരെ ഉയരത്തിലേക്ക് പോകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിനും അതിന് പ്രാധാന്യമുണ്ട്. കാരണം നിങ്ങളത് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങളിലേക്ക് എത്താൻ അത് വൈകും, ചിലപ്പോൾ എത്താതെയും പോകാം. പക്ഷേ വിശ്വാസം ഉറച്ചതാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പേജ് ഓഫ് സോട്ട്സ് ആൻഡ് ഏസ് ഓഫ് സോട്ട്സ് എനർജിയാണ്. സോട്ട് കണക്ഷൻസ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വികാരങ്ങൾ, പല കാര്യങ്ങൾ, പല ഐഡിയാസും മറ്റും ഭയങ്കരമായിട്ട് നിങ്ങളെ തളർത്തുന്ന കാര്യങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഇത് നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത്
ഒരു റെസ്റ്റ്ലെസ് എനർജി ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ആസ്ട്രോളജി ബേസിസിൽ പറയുമ്പോൾ ഒത്തിരി പ്ലാനറ്ററി പൊസിഷനിൽ ചേഞ്ചസ് വരുന്ന കാര്യങ്ങളാണ് വെസ്റ്റേൺ ആസ്ട്രോളജിയിൽ പറയുകയാണെങ്കിൽ. വേദിക് അസ്ട്രോളജിയിലാണെങ്കിലും ശനിയുടെ രാശിമാറ്റം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതായിട്ട്. കാരണം അത് ശനി എന്നെടുത്ത് പറയാൻ കാര്യം പലരും വേദിക് അസ്ട്രോളജിയിൽ പറയുമ്പോൾ ശനി മലീഷ്യസ് ആ ഒരു ഗണത്തിൽ പെടുന്ന ഒരു പ്ലാനറ്റ് ആയതുകൊണ്ട് നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അത് അത്രയും ഒരു നെഗറ്റീവ് അല്ല. നമ്മുടെ ലൈഫ് നമ്മൾ കൂടുതൽ റെസ്പോൺസിബിൾ ആവുക, സ്ട്രിക്റ്റ് ആവുക, നമ്മൾ ഒത്തിരി ഓർഗനൈസ്ഡ് ആവുന്ന സിറ്റുവേഷനാണ്. അത് നമ്മൾ സ്വീകരിച്ചാൽ വെസ്റ്റേൺ ആസ്ട്രോളജി ബേസിസിൽ ഒത്തിരി പ്ലാനറ്റ്സിലെ പൊസിഷൻ നമ്മൾ ആസ്ട്രോണമിയിൽ ഇപ്പോൾ ചില സമയത്ത് ചില ദിവസങ്ങളിൽ ഇന്ന പ്ലാനറ്റ് പൊസിഷൻ നമുക്ക് കാണാൻ പറ്റും എന്ന് പറയും. അതിലേക്ക് താല്പര്യമുള്ളവർ. അല്ലാത്ത ആസ്ട്രോളജി ബേസിസിലാണെങ്കിൽ നമ്മൾ ഒത്തിരി പ്ലാനറ്റ് ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ മെർക്കുറി റെട്രോഗ്രേറ്റ് ആണെങ്കിലും വീനസ് റെട്രോഗ്രേറ്റ് സിറ്റുവേഷനൊക്കെ ആണെങ്കിലും അതുകൊണ്ട് തന്നെ ഒത്തിരി റെസ്റ്റ്ലെസ് എനർജിയാണ്. മെഡിറ്റേഷൻ തീർച്ചയായിട്ടും ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. നിങ്ങളിൽ ചില ആളുകൾ വളരെ ക്യൂരിയസ് ആയിരിക്കും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ, പക്ഷെ ഒരു തെളിമയുണ്ടാവില്ല. എന്ന് വെച്ചിട്ട് പൂർണ്ണമായിട്ട് ഈ മാസം മൊത്തം അങ്ങനെയാണെന്നല്ല, ആ തെളിമ നിങ്ങൾ കൊണ്ടുവരണം നിങ്ങളിലേക്ക് എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. വളരെയധികം നല്ല കമ്മ്യൂണിക്കേഷൻ, വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ക്വിക്ക് കമ്മ്യൂണിക്കേഷനിലൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒത്തിരി സംസാരിക്കുന്നുണ്ടാവും. മറ്റുള്ളവർ ചിലപ്പോൾ അത് പ്രോസസ്സ് ചെയ്തെടുക്കാൻ സമയം വരും. കാരണം നിങ്ങൾ പെട്ടെന്ന് ഒത്തിരി ഐഡിയാസ്, ഒത്തിരി കാര്യങ്ങൾ പെട്ടെന്ന് സംസാരിക്കും. മറ്റുള്ളവരത് മനസ്സിലാക്കി എടുത്ത് വരാൻ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ ഈ ഭയങ്കര ഇൻറ്റൻസ് എനർജിയാണ് അത്. ഈ സംസാരം ഒത്തിരി ഉള്ളത് കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം, പറഞ്ഞ് അതൊരു ഗോസിപ്പിലേക്കോ മറ്റോ പോവാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ എന്തോ അരഗൻസ് ഉള്ള പോലെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. എന്തായാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പുതിയ പാഠങ്ങൾ പഠിക്കുന്നു, ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഹയർ പൊസിഷനിൽ കരിയറിലേക്ക് എത്തുന്നു. ഈ പറയുന്ന ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും മാനസികമായിട്ടും അത് നിങ്ങളെ ഒത്തിരി സംഘർഷത്തിലേക്ക് കൊണ്ടുവരാം. ഫാമിലി ലൈഫിലാണെങ്കിൽ 5 ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫാമിലി സിറ്റുവേഷനിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ജീവിതത്തിൽ ഒരു പുനർജന്മം എന്നുള്ളൊരു സിറ്റുവേഷൻ വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജിയിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് സങ്കടകരമായിട്ട്, അതായത് ചെറിയ കാര്യങ്ങൾക്ക് സങ്കടം വരും, ഭയങ്കര സെൻസിറ്റീവായിരിക്കും, പെട്ടെന്ന് ഡിസപ്പോയിൻറ്റഡ് ആവും എല്ലാ കാര്യത്തിലും. അപ്പോൾ ഇതിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ലൈഫിൽ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കും. കാരണം നിങ്ങൾ ഒത്തിരി പ്രതീക്ഷിക്കും. പ്രതീക്ഷകൾ ഒഴിവാക്കിയാൽ കാര്യങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് പ്രതീക്ഷകൾ കൂടുതലുള്ള സമയമാണ്. കാരണം നിങ്ങൾ കുറച്ച് സെൻസിറ്റീവാണ്. പൈസസ് എനർജിയുടെ സ്ട്രോങ് പൈസസ് സീസൺ ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ പൈസസ് എനർജിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് ഒത്തിരി പ്രതീക്ഷിക്കും, ഒത്തിരി മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, സെൽഫ് പിറ്റി, സ്വയം പിറ്റി ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പം നിങ്ങളുടെ എനർജി ഒത്തിരി ഡ്രെയിൻ ചെയ്തെടുക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടുന്നത് റീക്ലെയിം യുവർ ഹാപ്പിനെസ്, നിങ്ങളുടെ സന്തോഷം തിരിച്ചു പിടിക്കുക. ആ കോൺഷ്യസ് ആയിട്ട് അങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുത്ത് അതിലേക്ക് പോവുക. മെഡിറ്റേഷൻ ചെയ്യാം, എപ്പോഴും ചില കാര്യങ്ങൾ ജേർണലിങ് ചെയ്യാം, ചില കാര്യങ്ങൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ചെയ്യുക. അഫർമേഷൻസ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്താൽ എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. മാർച്ച് മാസത്തിന് വളരെ സ്ട്രോങ് ഇൻറ്റൻസ് എനർജി ആയതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. എന്ന് വെച്ചിട്ട് ഒത്തിരി നല്ല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഫിനാൻസ്, കരിയർ, പേഴ്സണൽ ലൈഫിലാണ് എങ്കിലും പക്ഷേ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു എവ്രി വൺ. ഇനി നമ്മൾ പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 2യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത്. ഓക്കെ, സോ പൈൽ നമ്പർ 2 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഉള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 2 മാർച്ച് മാസം 2025 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം, ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പൈൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. സോ ദാറ്റ്സ് ദ പൈൽ നമ്പർ 2. ഫസ്റ്റ് കാർഡ് വന്നിട്ട് സ്ട്രെങ്ത് കാർഡാണ്. അതേപോലെ മജീഷ്യൻ എനർജി, ബ്യൂട്ടിഫുൾ എനർജി, 6 ഓഫ് കപ്സ് എനർജിയാണ്, 3 ഓഫ് വോൺസ് എനർജി, അതേപോലെ ഏസ് ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ്, ബ്യൂട്ടിഫുൾ എനർജി. പൈൽ നമ്പർ 2.
പൈൽ നമ്പർ 2 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ട്രെങ്ത് കാർഡ് ആൻഡ് ഏസ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങൾ ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ജനറലി പ്ലാനറ്ററി പൊസിഷൻ ചേഞ്ച് ആണ്. നമ്മൾ വെസ്റ്റേൺ അസ്ട്രോളജി ബേസിസിലാണ് ഒത്തിരി, അതേപോലെ തന്നെ വേദിക് അസ്ട്രോളജിയിലാണെങ്കിലും സാറ്റേണിൻ്റെ ഷിഫ്റ്റ് നടക്കുന്ന സമയം, അതേപോലെ വെസ്റ്റേൺ അസ്ട്രോളജിയിലും നമ്മൾ പറയുകയാണെങ്കിൽ ഒത്തിരി പ്ലാനറ്ററി പൊസിഷൻസിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒത്തിരി ചേഞ്ചസ്, ഇപ്പോൾ മെർക്കുറി റെട്രോഗ്രേറ്റ് ആണെങ്കിലും വീനസ് റെട്രോഗ്രേറ്റ്, അപ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ മാറ്റം വരുന്ന ഒത്തിരി പല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആളുകൾ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ചധികം സ്ട്രെങ്ത്ത്, അതായത് നിങ്ങൾ ഓവർലി ഇമോഷണലി ഓവർവെൽംഡ് ആവാതിരിക്കാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് പൈസ സീസണാണ്. പൈസ സീസൺ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സമയമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇൻഫ്ലുവൻസ് എല്ലാവരിലും കുറച്ചുണ്ടാവും. അപ്പോൾ ആളുകൾ അത് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു മാറ്റം വരുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് ധൈര്യത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുന്നത് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ധൈര്യത്തോടു കൂടി മുന്നോട്ടേക്ക് ഒരു പരിധിവരെ പോകുന്നുണ്ടാവും. പക്ഷേ ചുറ്റുമുള്ള ആളുകൾ ഭയങ്കരമായിട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് നാഗി സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അവരുടെ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ക്ഷമയും ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു പരിധി വരെ നിങ്ങളുടെ ആ ഒരു ധൈര്യം, നിങ്ങൾ മറ്റുള്ള പല കാര്യങ്ങളെയും മുന്നോട്ടേക്ക് ഏറ്റെടുത്ത് നടത്താനുള്ള ധൈര്യമൊക്കെ നിങ്ങളിലുണ്ട് എങ്കിലും കുറച്ചൊക്കെ ഒരു ഇമോഷണലും സെൻസിറ്റീവ് ആയതുകൊണ്ടും നിങ്ങളുടെ ചുറ്റുമുള്ള ചില ആളുകളും നിങ്ങളെ കൊണ്ടത് പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഡീമോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഒരു ബ്ലോക്ക്, അത് ഭയം, തോൽത്തു പോകുമോ എന്നുള്ളൊരു ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അതേപോലെ സെൽഫ് ഡൗട്ട്, സ്വയം ഒരു ഡൗട്ടായിരിക്കും, അത് എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന്. അതും നിങ്ങളുടെ ഉള്ളിലുള്ള ഡൗട്ടല്ല, മറിച്ച് മറ്റുള്ളവർ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ഡൗട്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡൗട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന നമ്മുടെ ലിസാഡ് പാർട്ട് ഓഫ് യുവർ ബ്രെയിൻ, നിങ്ങളുടെ ആ ഒരു ബ്രെയിനിൻ്റെ ലിസാഡ് പാർട്ട് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാൻ അതിനനുവദിക്കാതിരിക്കുക. അതായത് സെൽഫ് കൺട്രോള് വളരെയധികം ആവശ്യമാണ്. സെൽഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് സെൻസിറ്റീവ്, പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ദേഷ്യം വരും, ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആവും. അതേപോലെ തന്നെ സ്വയം ഡൗട്ട് ചെയ്യുക, അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങളുടെ വീക്ക്നെസ് എന്താണോ അത് പുറത്ത് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്, സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നുള്ളത്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ജോലിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കാം. സോഷ്യൽ സർക്കിളിൽ നിങ്ങളിനിയും മറ്റുള്ളവരുടെ മുമ്പിൽ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയ, ഇപ്പോൾ യൂട്യൂബറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ്, അല്ലെങ്കിൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ എന്താണോ പറയുന്നത് വാക്കുകൾ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഉച്ചരിക്കുക എന്നുള്ളതാണ്. കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. അതേപോലെ തന്നെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കമ്പാഷൻ ആവശ്യമാണ്. അതായത് പൊതുവേ നിങ്ങൾ മറ്റുള്ളവരോട് സ്നേഹവും സഹാനുഭൂതിയും കാരുണ്യവും കാണിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചത് നിങ്ങളിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു ഫീലാണ് നിങ്ങൾക്ക്, ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. സ്പിരിച്വാലിറ്റി ഒരു സമയത്ത് വളരെയധികം എല്ലാ പൈൽ നമ്പേഴ്സിനും ആവശ്യമാണ്. എന്നിരുന്നാലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു ഹീലർ, ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഹീലറാണ് നിങ്ങൾ. പക്ഷേ അത് ശ്രദ്ധിക്കുന്നില്ല. കാരണം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നില്ല. മെഡിറ്റേഷൻ പല രീതിയിൽ ചെയ്യാം. നമ്മളിപ്പോൾ പത്മാസനത്തിലിരുന്നിട്ട് മന്ത്രം ജപിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ടുള്ള രീതിയിലാവാം. വോക്കിംഗ് മെഡിറ്റേഷൻ നമ്മൾ പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ മറ്റ് ബഹളങ്ങളില്ലാതെ പ്രകൃതിയും നിങ്ങളും മാത്രമുള്ള അന്തരീക്ഷത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും മെഡിറ്റേഷനാണ്. അതുപോലെയുള്ള കാര്യങ്ങളാവാം. മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. ഓട്ടോ മെഡിറ്റേഷൻ, ഏത് തരത്തിലുള്ളത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മജീഷ്യൻ എനർജി ആൻഡ് 3 of Wands എനർജിയാണ്. ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത ഒത്തിരി പ്ലാനറ്ററി പൊസിഷൻ ചേഞ്ചസ് വരുന്നു. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടാണ് വരുന്നത്. അതിനർത്ഥം വേറെ നെഗറ്റീവ് എനർജീസ്, അതായത്
നിങ്ങളുടെ ഉള്ളിൽ വളരെ സെൻസിറ്റീവ്, നിങ്ങൾ വളരെ ഇമോഷണൽ ആയതുകൊണ്ട് പെട്ടെന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നിങ്ങളത് ഏറ്റെടുക്കുന്നുണ്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. മജീഷ്യൻ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തും സൃഷ്ടിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. മാത്രമല്ല 3 of Wands എനർജിയാണ്. പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു മാസമാണ് നിങ്ങൾ ഇതിനു മുമ്പ് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന മാസമായിരിക്കും. എന്തെങ്കിലും കാര്യം ജീവിതത്തിൽ ആഗ്രഹിച്ച് നേടാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ നേടാൻ വിചാരിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നൊരു സമയം എന്ന് തന്നെ പറയാം. നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും, നിങ്ങൾ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. മാനിഫെസ്റ്റിംഗ് എനർജിയാണ് നിങ്ങളുടെ ഒരു മാജിക്. എല്ലാവരിലും ഒരു മാജിക് ഉണ്ട്. നിങ്ങളുടെ മാജിക് ആക്ടിവേറ്റ് ആകുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. അത് നേടിയെടുക്കാനുള്ള ഒരു വിൽ പവറും അതിനുവേണ്ടി നിങ്ങൾ ആക്ഷനും എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണൽ പവറിലേക്ക് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. എല്ലാവരുടെയും ഉള്ളിലൊരു പേഴ്സണൽ പവറുണ്ട്. ആ ഒരു ഇതിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ന്യൂ പേഴ്സ്പെക്റ്റീവ് നിങ്ങളുടെ വരുന്നുണ്ട്. റിയാലിറ്റിയിലേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്കൊരു വിശ്വാസമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല ശരിക്കും, നിങ്ങൾക്ക് കുറച്ചൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അതായത് ഈ ഒരു നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ നിങ്ങൾക്കൊരു വിശ്വാസം വരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കതിൽ ഉറപ്പില്ല എങ്കിൽ, ട്രസ്റ്റ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പൊട്ടൻഷ്യൽ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഇൻസ്പിറേഷൻ നിങ്ങൾക്കൊരു കാര്യങ്ങളൊക്കെ ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആ ഒരു പ്രപഞ്ച ശക്തി. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ഈ ഒരു മാസം എന്നുള്ള രീതിയിലല്ല, നിങ്ങൾ എപ്പോഴോ കേൾക്കുന്നത് അപ്പോൾ തന്നെ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ എടുക്കാം. യു ആർ 1 step ക്ലോസർ ടു ദ റിയാലിറ്റി. നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ ചെയ്യാവുന്ന അഫർമേഷൻ: I manifest the life I desire through energy and action. I manifest the life I desire through energy and action. ഇത് 3 times 21 days പറയണമെങ്കിൽ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ മജീഷ്യൻ ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി. സോ അത് തീർച്ചയായിട്ടും വലിയൊരു ലാഭം, വലിയ സാമ്പത്തിക നേട്ടം നിങ്ങളിലേക്ക് വന്നെത്തുന്ന സമയമാണ് ഈ ഒരു മാർച്ച് മാസം. അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് എനർജി കണക്ഷൻസ് ആണ്. പലരെ ഇമോഷൻസും ഫിനാൻസും കണക്റ്റഡ് ആണ്. അപ്പം ഒന്നെങ്കിൽ ചില ആളുകൾ നിങ്ങളൊരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഹീലർ ആയിരിക്കാം. നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നതുമാവാം ഇത്. ജോലിയിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ വളരെ ഹയർ പൊസിഷനിലേക്കും, മാനേജറൽ പൊസിഷനിൽ അല്ലെങ്കിൽ CEO, വൈസ് പ്രസിഡൻറ്റ്, പ്രസിഡൻറ്റ് ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്ന സിറ്റുവേഷൻ. ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അതിൽ നിന്ന് ഒത്തിരി ഉയരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒത്തിരി അധികം ലൈഫിൽ ഒത്തിരി പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകൾ മറ്റ് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു യാത്രയുടെ തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകാൻ. അത് റെഡി ആയിട്ടുണ്ടാവില്ല, ഈ മാസം അതൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് വാച്ച് ഫോർ ദ സൈൻസ്. നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു എന്നതിനുള്ളൊരു സൈൻസ്, സിങ്ക്രനിസിറ്റീസൊക്കെ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു, അത് നിങ്ങളിലേക്ക് എത്തുകയാണ് എന്നുള്ളത്. പക്ഷേ ശ്രദ്ധിക്കുക, അത് മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങൾ കുറച്ചുകൂടി ഇമോഷണലി ഇതാവാതെ കുറച്ച് ശ്രദ്ധിക്കുക. കാരണം പലപ്പോഴും നമ്മൾ ഒരു കാര്യം നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ മനസ്സ് അവിടെ അല്ലാത്തത് കൊണ്ട് പലതും നമ്മൾ വിട്ടുപോകും. അപ്പോൾ കോൺസെൻട്രേറ്റ് അല്ലാത്തവർ യോഗ പ്രാക്ടീസ് ചെയ്യാം. കോൺസെൻട്രേഷന് വേണ്ടിയിട്ടുള്ള മുന്നോട്ടേക്കുള്ള പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു മൈൽ സ്റ്റോണിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചില സിറ്റുവേഷനിൽ എക്സാക്ട്ലി അവിടേക്ക് എങ്ങനെ എത്തണം, അല്ലെങ്കിൽ ആ ഒരു ഡ്രീമിലേക്ക് എത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. പക്ഷെ അതും നിങ്ങൾ പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾ ആ ഒരു ഡ്രീം നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളത് പഠിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 6 of Cups ആൻഡ് Ace of Cups എനർജിയാണ്. നിങ്ങൾക്കൊരു ലക്കി ബ്രേക്കാണ് വരുന്നത്. ലക്കി ബ്രേക്ക് നിങ്ങളെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും വരുന്നുണ്ട്. വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുന്ന സമയത്തിലേക്കാണ് നിങ്ങൾ ശരിയായിട്ടുള്ള ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇമോഷണലി
ഒരു മാസം അവസാനത്തേക്ക് ആകുമ്പോൾ ഇമോഷണലി കണക്റ്റഡ് ആയി വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഓവർ ഇമോഷണലി ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നുണ്ട്. പക്ഷേ അതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആളുകൾ നിങ്ങളുടെ ഇമോഷൻസിനെ മുതലെടുക്കുകയും ചെയ്യും. നിങ്ങളെക്കൊണ്ട് മനഃപൂർവ്വം ദേഷ്യം പഠിപ്പിച്ച് അല്ലെങ്കിൽ സങ്കടപ്പെടുപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ ഒരു കോമാളിയാക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയേക്കാം. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് നിങ്ങളെ ചെന്ന് കൊണ്ടെത്തിച്ചേക്കാം. അപ്പോൾ ലൈഫിൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എല്ലാ കാര്യത്തിനും. ആഗ്രഹിച്ച പോലെ പല കാര്യങ്ങളും നേടുന്നു എന്നതിൻ്റെ ഒരു തൃപ്തി നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. മെറ്റീഷ്യൻ ആൻഡ് ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നോ അത്രത്തോളം നിങ്ങൾ എത്ര അധികം നിങ്ങൾ ഈ ഒരു കാര്യം ജീവിതത്തിൽ നേടണമെന്ന് ആഗ്രഹിച്ചു അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത്. അത് അത്രത്തോളം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പലരും ലാസ്റ്റ് 14 years ആയിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ, ഇപ്പോൾ 14 years സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. 14 വർഷം ആയിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ പലതും ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന് പ്ലാനറ്ററി പൊസിഷനിൽ വരുന്ന മാറ്റങ്ങൾ, ഒരു ഹ്യൂജ് ചേഞ്ചാണ് മാർച്ച് മാസം എന്ന് പറയുന്നത്. ഇമോഷണൽസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു വലിയ മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു മാറ്റം. പലരും കുറച്ച് നാളുകളായിട്ട് ചില ആളുകളുടെ 14 years ആയിരിക്കില്ല, അതിൽ കുറവായിരിക്കും. പക്ഷേ പലരും ഒത്തിരി നാളുകളായിട്ടോ വർഷങ്ങളായിട്ടോ ശ്രമിച്ച കാര്യങ്ങളാണ് നിങ്ങൾ നേടിയെടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തികരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതും മറ്റൊരർത്ഥത്തിൽ നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ്, നിങ്ങൾ ആഗ്രഹിച്ച പോലെ വിദേശത്തേക്ക് പോകാൻ പറ്റുക, ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. വീട്ടമ്മമാരെ സംബന്ധിച്ച് ജനറലി നല്ല സന്തോഷകരമായിട്ടുള്ളൊരു അന്തരീക്ഷം കുടുംബത്തിലുണ്ടാകും പൊതുവേ. എങ്കിലും ഇടയ്ക്കൊക്കെ നിങ്ങൾ ഒത്തിരി ഇമോഷണൽ ആവുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾ ഇത് മനസ്സിലാക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഇമോഷൻസ് അവർ മനസ്സിലാക്കുന്നു എന്നുള്ളത് കൊണ്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമ്മൾ പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ പൈൽ നമ്പർ 3 നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 3 മാർച്ച് 2025 നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എന്തൊക്കെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3. Nine of Pentacles, 8 of Pentacles, Temperance, Moon, 8 of Swords, Knight of Pentacles, 9 of Pentacles and 8 of Pentacles energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം മാർച്ച് മാസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. മാർച്ച് മാസത്തിൽ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഒത്തിരി ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ ഒരു മാസത്തിൽ ഒത്തിരി പ്ലാനറ്ററി ചേഞ്ചസ് വരുന്നുണ്ട്. നമ്മൾ വെസ്റ്റേൺ ആസ്ട്രോളജി ബേസിലാണെങ്കിൽ ഒത്തിരി പ്ലാനറ്റ്സ് ചേഞ്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. മെർക്കുറി റെട്രോഗ്രേഡ്, വീനസ് റെട്രോഗ്രേഡ്, അതുപോലുള്ള സിറ്റുവേഷൻസ്. ഇനി വേദിക് അസ്ട്രോളജി ബേസിസിലാണെങ്കിൽ മെയിൻലി സാറ്റേണിൻ്റെ ഷിഫ്റ്റ് വരുന്ന സമയമാണ്. ശനിയുടേതായിട്ടുള്ള രാശിമാറ്റം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വേദിക് അസ്ട്രോളജിയിൽ ശനിയെക്കുറിച്ചിട്ട് കൂടുതൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിൽ കൂടുതൽ ഊന്നി നിൽക്കുന്നത്. എന്നിരുന്നാലും ഒത്തിരി പ്ലാനറ്ററി പൊസിഷൻ ചേഞ്ചസ് വരുന്നത് കൊണ്ട് പല പല രീതിയിൽ എല്ലാവരുടെയും ഇടയിൽ ഒരു സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എത്രത്തോളം നിങ്ങളതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു അത്രത്തോളം നല്ലത്. 9 of Pentacles ആൻഡ് 8 of Swords എനർജിയാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റക്കാണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യം. നിങ്ങളുടെ കൂടുതലായിട്ട് വീനസ് റെട്രോഗ്രേഡിൻ്റെ എനർജീസ് ഒരു പരിധി വരെ പോസിറ്റീവാണ് പൊതുവെ കാര്യങ്ങൾ. പക്ഷേ നിങ്ങളുടെ ചിന്തകളിലാണ് നെഗറ്റിവിറ്റി. കാരണം
ചില ആളുകൾ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നെഗറ്റീവായിട്ടായിരിക്കും. നമ്മൾ പറയും ഉർവശി ശാപം ഉപകാരം, അതൊരു ശാപമായിരുന്നു. ശാപം എന്ന് പറഞ്ഞാൽ കേഴ്സ്, അതൊരു നെഗറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരെ ശപിച്ചു, പക്ഷേ ആ ശാപം കൊണ്ടാണ് അവരുടെ ജീവൻ തന്നെ പിന്നീട് നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളത്. അതൊരു ഉപകാരമായിട്ടാണ് മാറിയത് എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ ചിലയിടങ്ങളിൽ സ്റ്റക്കാണ്, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും സ്റ്റക്ക്, എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ, എന്തെങ്കിലും സിറ്റുവേഷൻസ്, പല കാരണങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ട് കയ്യിൽ ഇപ്പോൾ സമ്പത്ത് ഇല്ലാത്തത് കൊണ്ട് ചില കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഈ മാസത്തിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ, അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആണ് എങ്കിൽ അതിപ്പോൾ ചെയ്യാൻ പറ്റാത്തത് ഒരു ഉപകാരമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു നെഗറ്റീവ് സിറ്റുവേഷൻ. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ചില കാര്യങ്ങൾ സ്റ്റക്കാവും, ഒന്നും നടക്കുന്നില്ല, ഭയങ്കരമായിട്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നടത്താൻ ശ്രമിക്കുമ്പോൾ നടക്കുന്നില്ല. ഇപ്പം നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? പൊതുവേ സ്വാഭാവികമായിട്ട് എല്ലാവരും വെറും മനുഷ്യരാണ് എന്ന് പറയുന്ന സിറ്റുവേഷനാണ് ഇവിടെ. കാരണം ഒരു കാര്യം നടന്നില്ല എങ്കിൽ നമ്മൾ എന്താണ് ചിന്തിക്കുക? അത് നെഗറ്റീവാണ്. കാരണം നമ്മൾ ആഗ്രഹിച്ചത് നടന്നില്ല, ആഗ്രഹിച്ച പോലെ നടന്നില്ല എന്നുള്ളത്. പക്ഷേ ആ ഒരു പ്രപഞ്ചശക്തി നമ്മൾക്ക് വേണ്ടി മികച്ചതായിട്ട് എന്തോ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നില്ല, പക്ഷേ അതിനേക്കാൾ മികച്ചതായിട്ട് എന്തോ വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ പല ആളുകളെയും സംബന്ധിച്ച് പറയാനുള്ള കാര്യം, നിങ്ങളുടെ ലൈഫിൽ ഇന്ന കാര്യങ്ങളാണ് വരുന്നത്, ഇന്നത് എന്ന് പറയും. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഇല്ലാതിരുന്നാൽ കാര്യങ്ങളെല്ലാം അത്ഭുതകരമായിട്ട് പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ജ്യോതിഷത്തിലെ ആളുകൾ എഴുതിയിട്ടുണ്ടാകും രാജയോഗം ഇന്ന കാര്യം എന്നൊക്കെ. പക്ഷെ വീട്ടിൽ വെറുതെ ഇരിക്കും, എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ രാജയോഗം വന്നില്ല, ആരും എന്നെ പിടിച്ചുകൊണ്ടുപോയി രാജാവാക്കിയില്ല എന്ന് പറയുന്ന പല ആളുകളും. ശ്രമിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ശ്രമിക്കേണ്ടടുത്ത് ശ്രമിക്കേണ്ട പോലെ ശ്രമിക്കേണ്ട സമയത്ത് ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ പലരും പറയുന്ന പല കാര്യങ്ങളും അതാണ്, ശ്രദ്ധിക്കുക. ഒന്ന്, ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയും കാര്യങ്ങളും ഇപ്പോൾ വന്നിരിക്കുന്നത് ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ പോസിറ്റീവ് എനർജി, അതായത് സാമ്പത്തികമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് ലൈഫിൽ എവറിത്തിങ് ഫീൽസ് ബിറ്റ് ബ്രൈറ്റർ. കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു മാസം എൻഡ് ചെയ്യുന്ന ഫേസിലായിരിക്കാം. അതിന് മുമ്പ് തന്നെ പലരും പല സിറ്റുവേഷൻസും ചേഞ്ചസും കാണുന്നുണ്ടാവും. അതായത് നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പലരെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പിരിച്വാലിറ്റിയിൽ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടുന്ന ഒരു സമയമാണെന്ന് നമുക്ക് പറയാം. കാരണം സ്പിരിച്വൽ കാര്യങ്ങൾ സാമ്പത്തിക കാര്യത്തിൻ്റെ പുറകെ മാത്രം പോകുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് പുറകോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രം പോവാതെ സ്പിരിച്വാലിറ്റിയിൽ കൂടി കണക്റ്റഡ് ആവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മറ്റുള്ളവരോട് ഉള്ള സ്നേഹവും മറ്റുള്ളവരോടുള്ള ഒരു സോഷ്യൽ ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ്. ചില കാര്യങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കണം, അതായത് സ്പെൻഡിങ് ടൈം അലോൺ, ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു പ്രോഗ്രസ്. ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ ചില കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണം. പക്ഷേ അതിൻ്റെ ഫലം കിട്ടുമ്പോൾ, അത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കൂടെ ചേർന്ന്, അതായത് ടു മച്ച് വർക്ക് ആവരുത്. അത് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പരിശ്രമിച്ച് നേടുക, മറ്റുള്ളവരോടൊത്ത് ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുക എന്നുള്ള രീതിയിലാണ്. നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ് എന്നത് ഒരിക്കലും ഡൗട്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കഴിവുകളിൽ ഡൗട്ട് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് തീർത്ത് പറഞ്ഞ ആ ഡൗട്ട് നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള, അതായത് നിങ്ങളുടെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുക, അല്ലെങ്കിൽ അത് ഡിലേ ചെയ്യുകയൊക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. എൻജോയ് ദ ബ്ലിസ്. മുന്നോട്ടേക്ക് വരുന്ന ആ ഒരു അബണ്ടൻസ്, അതായത് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. 8 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് മൂൺ കാർഡാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. വളരെ സ്ട്രോങ് മെസ്സേജാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകുന്നുണ്ട്, പക്ഷേ നിങ്ങളത് കാണുന്നില്ല. മാത്രമല്ല പലരും ഇത് കേൾക്കുന്ന ആളുകൾ ഈ സിറ്റുവേഷനിൽ വളരെ നെഗറ്റീവ് സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ടാവാം. ചില ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന കാണുന്നുണ്ട്. പക്ഷെ അവർ തീർച്ചയായിട്ടും എല്ലാവരും ചിന്തിക്കുക ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് എന്നുള്ളതാണ്. പക്ഷെ അതിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. മൂൺ എനർജിയാണ് നിങ്ങൾക്ക് മെയിനായിട്ട്, മൂൺ എനർജിയാണ്. അപ്പോൾ സാമ്പത്തിക കാര്യത്തിലാണ് ആ എനർജി വന്നിരിക്കുന്നത്. ചന്ദ്രൻ ധനം ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു ക്ലാരിറ്റി ഉണ്ട്. സാമ്പത്തികമായിട്ട് എങ്ങനെ മുന്നേറണം എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവുണ്ട്. അൺസർട്ടനിറ്റി, ഇല്യൂഷനൊക്കെയാണ് ചന്ദ്രൻ സൂചിപ്പിക്കുന്നത്.
ഇത് നിങ്ങൾ സ്വയം വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക, ദറ്റ് എവറിത്തിങ് വിൽ ബി ഓക്കെ. ഇപ്പോൾ നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും തെളിച്ചുണ്ടാവില്ല, തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല ഏതാണ് ശരി, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളതാണ്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താണ് തെളിച്ചം എന്നുള്ളത് കാണാനായിട്ട് നമ്മൾ പറയും എന്തെങ്കിലും വ്യക്തമായിട്ട് കാണുന്നില്ലാതെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് കാണാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത്. വെൻ യു സ്റ്റോപ്പ് സ്ട്രഗിളിങ് ടു സീ, അതായത് നമ്മൾ കഷ്ടപ്പെടുകയാണ് അത് മനസ്സിലാക്കാൻ. പക്ഷേ ചില സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് ഒരു ഷാഡോ ഫേസ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടുന്ന സമയമാണ്. ഇതിൽ നിങ്ങൾ എന്താണ് തെളിമ എന്നുള്ളത് കണ്ടെത്താൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താണെന്ന് കണ്ടെത്താനല്ല ശ്രമിക്കേണ്ടത്. ഏത് വഴി പോകണം അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് കണ്ടെത്താനല്ല, മറിച്ച് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ട് മുന്നോട്ടേക്ക് പോവുക. ക്ലാരിറ്റി വേണ്ടത് എന്ത് ചെയ്യണം എന്നുള്ളതിലല്ല, നിങ്ങൾക്കാണ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ മുന്നോട്ടേക്ക് പോവുക. ഓവറായിട്ട് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിലേക്ക് അമിതമായിട്ട് ഊന്നൽ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ സേഫ് ആണെന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തി ചെയ്യുക. ഇവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ചില ആളുകൾ ചില കാര്യങ്ങൾ അറിയാനും മറ്റുമൊക്കെ എന്തെങ്കിലും അസ്ട്രോളജറോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ സാധ്യതകൾ കുറവാണ് കാര്യങ്ങൾ തെളിയാൻ. ഇപ്പോൾ നിങ്ങൾ അറിയേണ്ട സമയമായിട്ടില്ല എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പലർക്കുമുള്ളൊരു രീതിയാണ്, സിറ്റുവേഷൻസ് ഭയങ്കരമായിട്ട് ചലഞ്ചിങ് ആകുമ്പോൾ ചിന്തിക്കാൻ തുടങ്ങും, ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കും. പക്ഷെ പലപ്പോഴും അതിന് പൂർണ്ണത കിട്ടില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വർക്ക് ചെയ്യുക, കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോവാം. നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ജോലിയിൽ ശമ്പള വർധനവ്, അതേപോലെ പ്രൊമോഷൻ, അതേപോലെ പുതിയ ജോലി ലഭിക്കാൻ, ബിസിനസ്സിൽ ഉയർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. നിങ്ങളതിൽ ബിലീവ് ചെയ്യുകയാണെങ്കിൽ. നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. സ്ട്രോങ് പെൻറ്റക്കിൾ എനർജിയാണ്. അതേപോലെ 8 ഓഫ് സോർട്സ് ആൻഡ് മൂൺ എനർജിയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച വരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വിശ്വാസം നിങ്ങളിലുള്ള വിശ്വാസമായാലും മതി. ആ ഒരു പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കണം എന്ന് തന്നെ പറയുന്നില്ല, നിങ്ങളിൽ വിശ്വസിച്ചാലെങ്കിലും മതി. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഒരു അപകടം വരുമ്പോൾ പലരും പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകും എന്നുള്ളതാണ്. സ്വന്തം ലൈഫിൽ, കാരണം മറ്റുള്ളവരുടെ ലൈഫിൽ പറയുമ്പോൾ നമുക്ക് എളുപ്പമാണ് സംസാരിക്കാൻ. ഇവിടെ ടെമ്പറൻസ് ആൻഡ് 8 ഓഫ് സോർട്സ് എനർജിയാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരേണ്ടുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു ബാലൻസ് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട്, ജോലിയുടെ കാര്യങ്ങളായതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റും. നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ടൈം കിട്ടുന്നില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി സ്ട്രെസ്ഫുൾ ആകുന്നുണ്ടാവും. ഇതൊക്കെ പ്രത്യേകം ഒന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ചെയ്യാവുന്ന ഒരു കാര്യം, ഓഫ് കോഴ്സ് മെഡിറ്റേഷൻ ചെയ്യാം. ജേർണലിംഗ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുക. ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങളൊരു ബുക്ക് എടുക്കാം. ഈ ഒരു മാസം ഒരു 30 പേജസ് ഉള്ള ബുക്കായാലും മതി. അല്ലെങ്കിൽ നിങ്ങളൊരു പുസ്തകത്തിൽ ഓരോ ദിവസവും, നിങ്ങളിത് എപ്പോഴാണ് കേൾക്കുന്നത് അന്ന് മുതൽ ഓരോ ദിവസവും വൈകുന്നേരം വീട്ടിൽ എന്തൊക്കെ സംഭവിച്ച കാര്യങ്ങൾ എഴുതി വയ്ക്കാം. അതിൽ പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല, സംഭവിച്ച കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് താങ്ക് യു യൂണിവേഴ്സ്, ഐ എം വെൽക്കമിങ് മൈ മാനിഫെസ്റ്റേഷൻസ്, അങ്ങനെ എന്തെങ്കിലും എഴുതാം. എല്ലാ ദിവസവും ഇത് എഴുതി വയ്ക്കുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളത് റിലീസ് ചെയ്യാണ്. കാരണം ഒത്തിരി നെഗറ്റീവ് സിറ്റുവേഷൻസ് മൈൻഡിൽ ഇരിക്കുന്നത് നിങ്ങൾ എഴുതുമ്പോൾ അത് റിലീസാവും. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യം, ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ആർ ഗോയിങ് ടു ഗെറ്റ് എന്താ പറയുക, നമ്മൾ പറയില്ല സ്കൈ റോക്കറ്റ്, അത്രയും ഉയരത്തിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അത് നിങ്ങൾ വിശ്വസിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് തെളിച്ചം വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ടെമ്പറൻസ് എനർജി സൂചിപ്പിക്കുന്നത്, ഒന്ന്, നിങ്ങളിപ്പോൾ ഉള്ള ക്ലാരിറ്റി ഇല്ലായ്മയും നിങ്ങളുടെ ഫാമിലി ലൈഫിൽ സിറ്റുവേഷൻസ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബാലൻസ് ആവുന്നുണ്ട്. അപ്പോൾ ജോലി എന്ന് മാത്രം ചിന്തിച്ചിരിക്കാതെ ജോലിയും കുടുംബകാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ചില ആളുകൾക്കും ഒരു ഫെയിം വരുന്നുണ്ട്, അതായത് എന്താ പറയുക, പേരും പ്രശസ്തിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. പേരും പ്രശസ്തിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരം കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. വലിയൊരു പൊസിഷനിൽ, ഹയർ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളത്. ലൈഫിൽ പലപ്പോഴും വിട്ടുകളഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. പലപ്പോഴായിട്ട് നഷ്ടപ്പെടുത്തി എന്ന് ചിന്തിച്ച കാര്യങ്ങൾ, നഷ്ടബോധങ്ങൾക്കൊക്കെ ഒരു അറുതി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇനി ലൈഫിൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി എന്ന് വിചാരിച്ച അവസരം വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചത് ചില സമയങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ചതൊന്ന് സ്റ്റക്ക് ഫീലിങ്ങിൽ വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുകയാണ് ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന്. കാരണം നിങ്ങളെ പലരെയും സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള ഒരു എനർജി ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആയിരുന്നിരിക്കാം നിങ്ങൾക്ക്. അതായത് സാമ്പത്തികമായിട്ട് ഒത്തിരി അരക്ഷിതാവസ്ഥ, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ്. വീണ്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജീവിതത്തിൽ വഴികാട്ടിയായിട്ടൊരു വ്യക്തി വരുന്നുണ്ട്. ആ വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു കാര്യത്തിൽ പൊതുവേ ഒരു മാസം അവസാനത്തിൽ ആണ് ഈ ലാസ്റ്റ് ഡേയ്സ്, മാർച്ച് ലാസ്റ്റിലാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വ്യക്തത വരുന്ന സമയമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സിറ്റുവേഷൻസ് പലതും ചേഞ്ച് ആവുന്നു എന്നുള്ളതാണ്. പിന്നെ ചില ആളുകൾ കുട്ടികളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരം, കുട്ടികളുമായിട്ട് നല്ല നല്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഹോബീസിന് വേണ്ടിയൊക്കെ സമയം ചെലവഴിക്കാനായിട്ട് അവസരം വരുന്നുണ്ട്. അതൊന്നും വിട്ടുകളയാതിരിക്കുക. കാരണം അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നിങ്ങളുടെ മാനസികമായിട്ടുള്ള എനർജി, ഒരു സന്തുലിതാവസ്ഥ ജീവിതത്തിൽ നിലനിർത്താൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു എവ്രി വൺ.